മക്കളെ പ്രാക്ടിക്കൽ പ്രോബ്ലം 1 PP1. അഗർവാൾ ഓഫ് ആഗ്ര. അപ്പോൾ അയാൾ എവിടെയുള്ള ആളാണ്? ആഗ്ര. സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ഗുഡ്സ് വാല്യൂ ₹1 lakh ടു ബിയാനി ഓഫ് ബഗൽപൂർ. അപ്പോൾ അഗർവാൾ എവിടെയാണ്? അഗർവാൾ ആരാ? കൺസൈനർ ആണ്. ഇയാളാരാ? കൺസൈനിയാണ്. ഓൺ March 1, 2022 അല്ലേ? അല്ലേ മാർച്ചിലാണ്, March 1 എന്ത് ചെയ്യുന്നത്? സെൻഡ് ചെയ്യും. നമുക്കറിയാം ഇത് എവിടെ എഴുതാനുള്ളതാ? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ. എന്തൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞുള്ളൂ ആദ്യം വായിക്കും. പ്രിപ്പയർ ചെയ്താൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ കൺസൈൻമെൻറ്റ്. അവർ പറയേണ്ട ആവശ്യമില്ലല്ലോ. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ എന്തായാലും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കാണുമല്ലോ. ബിയാനി അക്കൗണ്ട്. ഇതൊക്കെ എവിടെ ആരെങ്കിലും ഉണ്ടാവുക? കൺസൈനർ അഗർവാളിൻ്റെ. പ്രൊവിഷൻ ഫോർ എക്സ്പെൻസ് അക്കൗണ്ട്, അങ്ങനെ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഇൻ ദി ബുക്സ് ഓഫ് ആരാ? കൺസൈനർ. ആൻഡ് റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ അപ് ടു ദ റിസീപ്റ്റ് ആൻഡ് കളക്ഷൻ ഓഫ് ദ ചെക്ക്. ഏത് ചെക്ക് കളക്ട് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും അതും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെക്ക് കളക്ട് ചെയ്യുന്ന എൻട്രി എഴുതാൻ പറയുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര ബേസിക് ആയിട്ടുള്ള സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ കയറി വന്നെന്നുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ആരുടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ ദി ബുക്സ് ഓഫ് ആരില്ല? ബിയാനി ഇല്ല. ഓക്കെ, അഗർവാൾ മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വായിച്ചു വിടാം. അപ്പോൾ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അറിയാലോ. എത്രയുണ്ട്? 1 ലക്ഷം. അടുത്തേതാ? ഹീ ഇൻക്വയർഡ്. ഹീ പറഞ്ഞ ആരാണ്? അഗർവാൾ. എത്രയാണ് ഇൻക്വയർ ചെയ്ത എക്സ്പെൻഡിച്ചർ? 12,000 ഫ്ലൈറ്റ് ആൻഡ് ഇൻഷുറൻസ്. കൺസൈനറുടെ എക്സ്പെൻസാണ്. ബിയാനി വാസ് എൻറ്റൈറ്റിൽഡ് ടു കമ്മീഷൻ 5% ഓൺ ഗ്രോസ് സെയിൽസ് പ്ലസ് ഡെലിക്രിഡർ കമ്മീഷൻ എത്രയാണ്? 3%. ഇങ്ങനെ ഈ 5ഉം 3ഉം തന്നാൽ രണ്ടും കൂടെ ആഡ് ചെയ്ത് 8% എഴുതാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. സെപ്പറേറ്റ് ചെയ്ത് കാണിക്കില്ല, നന്നാവാം. ഓക്കെ അല്ലേ? ബിയാനി ടുക്ക് ഡെലിവറി ഓഫ് ദ കൺസൈൻമെൻറ്റ് ബൈ ഇൻക്വയറിങ് എക്സ്പെൻസ് 3000 ഫോർ ഗുഡ് കൺസൈൻ. അപ്പോൾ അൺലോഡ് ചെയ്യാം. ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് ബിയാനിയുടെ കൺസൈനിയുടെ എക്സ്പെൻസ് വന്ന് ഇതൊരു നോൺ റെക്കറിങ് ആവോ റെക്കറിങ് ആവോ? നോൺ റെക്കറിങ് വൺസ്. ഇനി ശ്രദ്ധിക്കണം. December 31, 2022 എത്തി. ബിയാനി ഇൻഫോംഡ് ഓൺ ഫോൺ കോൾ. ഫോൺ വിളിച്ച് പറയണം, ഞാൻ 1,50,000 സാധനം എന്ത് ചെയ്തു വിറ്റിട്ടുണ്ട്. വിൽക്കാൻ വേണ്ടി എനിക്ക് എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ട്? 2,000. അപ്പോൾ ഇതിന് ഈസി ആയിട്ട് നമുക്ക് ആരുടെ കമ്മീഷൻ കണ്ടെത്താം? ഇവരുടെ കമ്മീഷൻ കണ്ടെത്താം. കണ്ടെത്തിക്കൂടെ? എങ്ങനെ കമ്മീഷൻ കണ്ടെത്താം? എത്ര? 1,50,000 5% കാണാം. അതേപോലെ എത്ര ശതമാനം കാണാം? ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ 2% കണ്ടാൽ കിട്ടും. അപ്പോൾ കാണണമെന്നില്ല. ഹി ഫർദർ ഇൻഫോംഡ് ദാറ്റ് ഓൺലി, ഇവിടെ നിന്നാണ് കുറച്ച് വെറൈറ്റീസ് ആണുള്ളത്. ഓൺലി 1,48,000 ഹാഡ് ബീൻ റിയലൈസ്ഡ്. ശരിക്കും വിറ്റ് എത്ര? 1,50,000 അല്ലേ? അപ്പോൾ 2,000 എന്താണ്? ബാഡ് ഡെപ്റ്റ്. ആൻഡ് റെസ്റ്റ് വാസ് കൺസിഡേഴ്സ് ഇറിക്കവറബിൾ. ആ റെസ്റ്റിൻ്റെ അവിടെ എഴുതിക്കോ. എത്ര വരാം? 2,000. 1,50,000 വിറ്റത്. അതിൽ 1,48 കിട്ടിയുള്ളൂ. അപ്പോൾ 2,000 എന്താണ്? ബാഡ് ഡെപ്റ്റ്. ശ്രദ്ധിക്കണം. ഈ ബാഡ് ഡെപ്റ്റ് ആരാ ഇൻക്വയർ ചെയ്യുക? കൺസൈൻ. ഇൻ ദി ബുക്സ് ഓഫ് കൺസൈനറിൽ ഇത് യാതൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല. ഓക്കെ അല്ലേ? ആൻഡ് വുഡ് ബി സെൻഡിങ് ദ ചെക്ക് ഇൻ ഡേ ഓർ സോ ഫോർ ദ എമൗണ്ട് ഡ്യൂ അലോങ് വിത്ത് ദ അക്കൗണ്ട് സെയിൽസ്. എന്നിട്ട് അയാളൊരു എന്ത് സെൻഡ് ചെയ്തിട്ടുണ്ട്? ചെക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അടിയുടിട്ട് എത്ര രൂപയ്ക്കാണ് ചെക്ക്? ഈ അഗർവാളിന് ബിയാനി ഒരു എമൗണ്ട് കൊടുക്കാണ്ടാവില്ലേ? ആ കൊടുക്കാനുള്ള എമൗണ്ട് എന്ത് ചെയ്താൽ മതി? ബിയാനിയുടെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് ചെയ്താൽ കിട്ടൂലേ? അതിന് ഈക്വൽ ആയിട്ടുള്ളൊരു ചെക്ക് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്? ബിയാനി അഗർവാളിന് സെൻഡ് ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? പൈസ കിട്ടിയിട്ടില്ല കേട്ടാ. ചെക്ക് എന്ത് ചെയ്താണ്? സെൻഡ് ചെയ്തിട്ടുള്ളൂ. ദ കൺസൈനർ ക്ലോസ് ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന ഏതാണ്? എല്ലാ വർഷവും ഏതാണ്? ഡിസംബറിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഡിസംബർ എന്നിന് ക്ലോസ് ചെയ്യുന്നുണ്ടാവും? 2022 ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും? ക്ലോസ് ചെയ്യുന്നുണ്ടാവും. സ്വാഭാവികം അല്ലേ? ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്.
ഡിസംബറാണ് ഇവിടെ ഇയർ എൻഡ്, അത്രേ ഉള്ളൂ, നത്തിങ് ഗ്രേറ്റ്. ഇനി അടുത്ത ജാനുവരി 5, 2023. അപ്പോൾ അത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു കേട്ടോ, അടുത്ത കൊല്ലത്തെ കഥയെ പറയുന്നു. അഗർവാൾ റിസീവ്ഡ് ചെക്ക് ഫോർ ദ എമൗണ്ട് ഡ്യൂ ഫ്രം ബിയാനി. മുകളിൽ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ്. വുഡ് ബി സെൻഡ് ദ ചെക്ക് ഇൻ ഡേ ഓർ സോ ദ എമൗണ്ട് ഡ്യൂ അലോങ് വിത്ത് ദ അക്കൗണ്ട് സെയിൽസ് എന്നാണ് പറയുന്നത്. സെൻഡ് ചെയ്തതിൻ്റെ കാര്യമില്ല, സെൻഡ് ചെയ്യുമായിരിക്കും, സെൻഡ് ചെയ്യും, ചെയ്യാറുണ്ട് ആ അർത്ഥത്തിലാണ്. ശരിക്കും ചെക്ക് സെൻഡ് ചെയ്ത ഡേറ്റ് എന്നാണ് ഇതാണ്. നമുക്ക് ട്രാൻസാക്ഷൻ എഴുതേണ്ട ഡേറ്റ് ഏതാണ്? ജാനുവരി 5 ഓക്കെ അല്ലേ? അതിൽ ബിയാനി സെൻഡ് ചെയ്ത ചെക്കിൽ അയാൾ കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണെന്നുണ്ട്. പിന്നെ ഇൻകോയുടെ ബാങ്ക് ചാർജ് 260 ഫോർ കളക്ടിങ് ദ ചെക്ക്. അപ്പോൾ ചെക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബാങ്ക് ചാർജും കൂടെ വരും. ഈ ബാങ്ക് ചാർജ് ആരുടെ ചിലവാണ്? കൺസൈനറുടെ ചിലവാണ്. സംശയജലം ഓക്കെ. ദ എമൗണ്ട് വാസ് ക്രെഡിറ്റഡ്. അത് കഴിഞ്ഞു. അപ്പോൾ ഇത് ബാങ്ക് എവിടെ എത്തി? ചെക്ക് എത്തിയത് എന്നാ? ജാനുവരി 5. പക്ഷെ ആ എമൗണ്ട് ബാങ്കിൽ ക്രെഡിറ്റ് ആയത് എന്നാണ്? 9 ജാനുവരി. ഓക്കെ ആണോ? വർഷം കണ്ടില്ലേ നിങ്ങളിത്? 2007 എത്തി, 23 എത്തി. പിന്നെ ബാക്കി നമ്മൾ വായിച്ചതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സെറ്റാണ്. ക്വസ്റ്റ്യൻ വലിയ പ്രശ്നമൊന്നുമില്ല. 1-2 ടിസ്റ്റ് ചെക്കുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊഴിച്ചാൽ ബാക്കിയൊക്കെ നമ്മൾ കണ്ട പോലെയുള്ള സാധനം. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യണ്ട. വൈ? ബിയാനി ഇൻഫോംഡ് ഓൺ ഫോൺ ദാറ്റ് ഹി ഹാഡ് സോൾഡ് ഓൾ ദ ഗുഡ്സ്. അഥവാ 1,00,000 രൂപയുടെ ഗുഡ്സാണ് എത്ര രൂപയ്ക്ക് വിറ്റിട്ടുള്ളത്? 1,50,000. അപ്പോൾ അവിടെ എന്തില്ല? ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ട പണിയില്ല. അപ്പോൾ അത് എളുപ്പമായി. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ഓക്കെയാണ്. ഇനി വേഗം നമുക്ക് ആൻസറിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കുക, പെട്ടെന്ന് ചെയ്തുതരാം, പെട്ടെന്ന് തീരും. കുറച്ചേറെ അക്കൗണ്ട് വരയ്ക്കണം എന്നുള്ളതുണ്ട്. പറയട്ടെ, DP ഏതാ? സോറി, പെപ്പ് പ്രാക്ടിക്കൽ പ്രോബ്ലം 1. ഏതൊക്കെ അക്കൗണ്ട് വേണം? ഇൻ ദി ബുക്സ് ഓഫ് ആരാ? അയാളുടെ പേര് അഗർവാൾ, VAWN അല്ല. ഇതേതാ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അപ്പുറത്ത് ഇനി ഏതൊക്കെ വേണം? കൺസൈൻമെൻറ്റ് കൂടാതെ അയാളുടെ പേരെന്താ? ബിയാനി. ഡെബിറ്റ്, ക്രെഡിറ്റ്. എന്തിട്ടില്ലെങ്കിലും ഡെബിറ്റും ക്രെഡിറ്റും മറക്കണ്ട. ബിയാനിയുടെ അക്കൗണ്ട്. പിന്നെ അടുത്ത് പറയടാ. ക്വസ്റ്റ്യൻ ഇല്ലേ? ക്വസ്റ്റ്യൻ നോക്കി പറയും. പ്രൊവിഷൻ ഫോർ എക്സ്പെൻസ് അക്കൗണ്ടാണ് അടുത്ത്. പ്രൊവിഷൻ ഫോർ എക്സ്പെൻസ് അക്കൗണ്ട്. ഇനി ഏതുണ്ട്? ബാങ്ക് അക്കൗണ്ട്. ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ. 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം. ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഭാഗം ഒന്നുകൂടെ വായിക്കും എല്ലാവരും. ഫസ്റ്റ് ആയിട്ട് ഏതാ? അഗർവാൾ 1,00,000 രൂപയുടെ ഗുഡ്സ് സെൻഡ് ചെയ്യുക. ജേണൽ എൻട്രി പറയണം. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആഫ്റ്റർ 2 ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. എത്ര എമൗണ്ട് വരുന്നത്? 1 lakh. ഓക്കെ, അടുത്തേതാ? അങ്ങനെ പോയി. ഹി ഇൻകോഡ് എക്സ്പെൻസ്. ഹി ഇൻകോഡ് പറയാൻ പറ്റുമോ? ഏതാണ്? ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ്. ബാങ്ക് ഓർ ക്യാഷ്. എത്ര എമൗണ്ട് വരുന്നത്? 12,000. അടുത്ത ഫ്രൈറ്റ് ഇൻഷുറൻസ്. അപ്പോൾ ബ്രാക്കറ്റിൽ എഴുതി വെക്കത് ഏതാണ്? ഫ്രൈറ്റ് പ്ലസ് ഏതാ? ഇൻഷുറൻസ് എന്നൊക്കെ എഴുതിച്ചാൽ എളുപ്പമായി. പിന്നെ അടുത്തേതാ? പിന്നെ നിങ്ങൾ പിന്നീട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് സ്പീഡ് ആവാൻ പറ്റും. അടുത്തേതാ? ബിയാനിക്ക് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കാണാം. 2 ഏതാണ്? കമ്മീഷൻ എന്നാണോ എഴുതുക? ആണോ എഴുതുക? ഈ പൈസ ആർക്ക് കൊടുക്കാനുള്ള? ബിയാനിക്ക് കൊടുക്കാനുള്ളതല്ല. അപ്പോൾ 2 ഏതാണ്? ബിയാനി അക്കൗണ്ട്. ബിയാനി ഒരു ലയബിലിറ്റിയാണ്. എങ്ങനെ കാണാം? നോർമൽ കമ്മീഷൻ ഉണ്ട്. 1,50,000 എത്ര ശതമാനം? 5%. എത്ര വരും? 7,500. അടുത്തത് ഡെൽ
ക്രീഡർ കമ്മീഷനുണ്ട് 1,50,000 എത്ര ശതമാനം? 3%. എത്ര വരും? 4,500. ഇപ്പോൾ ടോട്ടൽ കമ്മീഷൻ എത്ര ഉണ്ട്? 12,000 ഉണ്ട് അല്ലേ? ക്ലിയർ? വേണമെങ്കിൽ ഇന്നർ കോളത്തിലിട്ടിട്ട് 12,000 ഇങ്ങനെ എഴുതാമെന്ന് നന്നാവുക. മനസ്സിലായ? ഈ 7,500 ഇന്നർ കോളത്തിലിടുക, 4,500 ഇന്നർ. നമുക്ക് ഇന്നർ കോളം ഇന്നർ കോളമൊന്നും ഇല്ല, സ്ഥലമില്ല, പരാജയം. അടുത്തേതാണ് ബിയാനി ടു ഡെലിവറി. അപ്പോൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? ടു ബിയാനി. അല്ലോ ഈ ബിയാനിയുടെ അക്കൗണ്ടിൽ എഴുതാൻ വിട്ടുപോയി. ബൈ ഏതാണ്? കൺസൈൻമെൻറ്റ് അല്ലേ? 12,000 ഒരുമിച്ച് എഴുതട്ടെ. ബൈ. ഇനി അടുത്ത ടു ഏതാണ്? വീണ്ടും ബിയാനി അല്ലേ? ബിയാനി ആർക്ക് വേണ്ടി പൈസ കൊടുത്തു? അഗർവാളിന് വേണ്ടിയിട്ട്. എത്ര എമൗണ്ട് കൊടുത്തത്? 3,000. അപ്പോൾ ബൈ ഏതാണ്? ഇവിടെ വീണ്ടും കൺസൈൻമെൻറ്റ് എത്രയും 3,000. ദെൻ ക്വസ്റ്റിൽ അടുത്തായിട്ട് ഏതാണ്? ബിയാനി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു സാധനം വിറ്റിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എൻട്രി എന്താ വരാം? ബൈ ബിയാനി അല്ലേ? എൻട്രി എന്താ വരാം? ബിയാനി അക്കൗണ്ട് അപ് ടു കൺസൈൻമെൻറ്റ്. നോക്കിയില്ലേ എന്നല്ലേ? ബൈ ഏതാണ്? ബിയാനി. എത്ര എമൗണ്ട് വരെ? 1,50,000. ബിയാനിയുടെ അക്കൗണ്ടിൽ ടു കൺസൈൻമെൻറ്റ് 1,00,000. അടുത്തേതാ? 2,000 രൂപയുടെ കഥ അല്ലേ? അല്ലേ? യെസ്. അപ്പോൾ അതിനൊരു നോട്ടായിട്ട് എഴുതാം. ഇപ്പം തന്നെ എഴുതിച്ചു. നോട്ട് നമ്പർ 1. ലാസ്റ്റ് എഴുതിയാൽ മതിയാ? നോട്ട് നമ്പർ 1 എന്താ? ഞാൻ ഇവിടെ എഴുതിയില്ല. എന്താ അറിയോ? കൺസൈനർ ഈസ് നോട്ട് bothered about bad debt because Del Creator commission was paid to ARC consignee. Which means consignee is liable or responsible for bad debt. അല്ലെങ്കിൽ കൺസൈനി വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്. എങ്ങനെ എഴുതാം? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ആ 2,000 കുറിച്ച് എന്ത് ചെയ്യേണ്ട? ആലോചിക്കേ വേണ്ട. ഓക്കെ, യെസ്. ഇനി ക്വസ്റ്റ്യൻ കണ്ടിന്യൂ വായിക്കുക. എന്താ അടുത്ത്? 2,000 സെൽ എക്സ്പെൻസ് ഉണ്ടോ? എവിടെ? മനസ്സിലായില്ല? ഉണ്ട് എന്നല്ലേ? ഓക്കെ, യെസ്. 2,000 രൂപ സെൽ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ 2 ആരാണ്? ബിയാനി അല്ലേ? ബിയാനിക്ക് കൊടുക്കണ്ടേ എമൗണ്ട്? ഇവിടെ ബൈ ഏതാണ്? കൺസൈൻമെൻറ്റ് 2,000. ഓക്കെ. പിന്നെ നമ്മളങ്ങനെ വായിച്ച് വന്ന് ഒക്കെ സെറ്റാണ്. ഇനി ജാനുവരി 5-നാണ് നമുക്ക് എന്തറിയാം? 260 രൂപ അല്ല, ചെക്കിൻ്റെ ചാർജ്, ചെക്കിൻ്റെ ഇഷ്യൂ ആണ്. അവിടെ നിൽക്കട്ടെ, ഞാൻ പിന്നെ പറയാം. നമുക്ക് ഇതിലൊരു എക്സ്പെൻസ് കൂടെ കയറ്റണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഇല്ലേ? അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? ഓർക്കണ്ട, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അതേപോലെ ഇവിടെ പ്രൊവിഷൻ ഫോർ ഏതാണ്? കളക്ഷൻ ചാർജ് എന്താ? എൻ്റെ രീതിയിൽ ബാങ്ക് ചാർജ്. നമ്മളെ ബുക്ക് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്നാ? 31 ഡിസംബർ 2022. ഓക്കെ അല്ലേ? 2 അല്ലേ? 21 2 ഓക്കെ. നോട്ട് നമ്പർ ഏതാ? 2. ശ്രദ്ധിച്ചേക്കാം. നമ്മുടെ ഈ എമൗണ്ട് ഇല്ലേ? ഡെൽ ക്രീഡർ കഴിഞ്ഞു. As we know, there is a check collection charge. എന്തായിരുന്നു? ബാങ്ക് ചാർജ് അല്ലേ? സോറി, ബാങ്ക് ചാർജ് to be paid
ഇൻ ഏതാ ആ എമൗണ്ട് ആയിട്ട് വരുന്നതാണ് 260 അഗ്രകൾ ചെക്ക് ഫോർ എമൗണ്ട് ബിരിയാണി ഇൻക്വയർഡ് ബാങ്ക് ചാർജ് 260. ഇൻ 5th January 2023 4 എത്രയാണ് 260. അപ്പോൾ ഇപ്പം തന്നെ നമുക്കറിയാം ബാങ്ക് ചാർജ് എത്ര വരും 260. ഈ ബാങ്ക് ചാർജ് ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നല്ലേ അല്ലേ? നമ്മൾ ഇപ്പോൾ ഈ കൺസ്യൂമെൻ്റ് വിറ്റതും അതിൻ്റെ പൈസ കളക്ട് ചെയ്യുന്നതൊക്കെ ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് 260. അപ്പോൾ ഈ ദിസ് ഈസ് ഓൾസോ ഷുഡ് ബി പാർട്ട് ഓഫ് എക്സ്പെൻസ്, അല്ലെങ്കിൽ ഷുഡ് ബി ഡെബിറ്റഡ് ടു എവിടേക്ക് കൺസ്യൂമെൻ്റ് അക്കൗണ്ടിലെ ഒരു എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. ഓക്കെ അല്ലേ? 260 എടുക്കണം. മനസ്സിലായ? പക്ഷെ നമുക്ക് പേയ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിൽ എന്തെഴുതായിരുന്നു? ഇവിടെ ഇപ്പോൾ മുകളിൽ ബാങ്ക് എഴുതിയില്ലേ പേയ്മെൻറ്റ് നടത്തിയപ്പോൾ 12,000, അതേപോലെ എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം അതെന്താണ്, അടുത്ത കൊല്ലം പേയ്മെൻറ്റ് നടത്തുന്നുള്ളൂ. January 5, 2000 നമ്മൾ എൻഡിങ് ഇയർ നമ്മൾ പറഞ്ഞ എന്നാണ്? നമ്മുടെ ഇയർ എൻ്റെ എന്നാ 31st December 2022. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര ദിവസം കഴിയണം? 5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നുള്ളൂ? 260 വരുള്ളൂ. പക്ഷേ ഈ ദിവസം നമുക്ക് കൃത്യമായി അറിയാം ബാങ്കിന് എത്ര രൂപ ചാർജ് കൊടുക്കേണ്ടി വരും? 260. ഇൻ സച്ച് എ കേസ് വി ഹാവ് ടു ക്രിയേറ്റ് എ പ്രൊവിഷൻ. അപ്പോൾ ചാനലുണ്ട് പറയട്ടെ, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സാധാരണ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എൻട്രി വെറുതെ എഴുതി നോക്കാം. എന്താ? P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ഏതാണ്? ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ എല്ലാം കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി എത്ര എക്സ്ട്രീം ലെവൽ പഠിച്ചാലും ഇത് തന്നെയാണ് ബേസ്. ഈ ട്രേഡിങ് P&L മാറ്റി ആര് വരും? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ മാറ്റി ഏത് വരും? ടു പ്രൊവിഷൻ ഫോർ എന്തിനാ ഇതാക്കുന്നത്? ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. ഓക്കെ അല്ലേ? എത്ര എമൗണ്ട് വരാം? 260. നേരെ കൺസ്യൂമൻ്റ് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് ടു എന്ത് പറഞ്ഞ് എഴുതാം? പ്രൊവിഷൻ ഫോർ ഓക്കെ. ഓക്കെ, ക്ലിയർ? അപ്പോൾ പ്രൊവിഷൻ്റെ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ഈ പോസ്റ്റ് ചെയ്താൽ കൺസ്യൂമൻറ്റിൽ ടു പ്രൊവിഷൻ എഴുതി. അപ്പോൾ പ്രൊവിഷനിൽ എന്ത് എഴുതണം? ബൈ കൺസ്യൂമൻറ്റ്. അല്ല, ഇതൊക്കെ നമ്മളിങ്ങനെ പ്രൊവിഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്താ? ഒരു കൃത്യമായി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ അല്ലേ? ഇനി വേറെ കാര്യം, നമ്മളെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ ട്രാൻസാക്ഷനും പെർഫെക്റ്റ് അല്ലേ? ഇനി അയാളായിട്ടല്ല എല്ലാ ഡീലും കഴിഞ്ഞ് അയാൾക്ക് 1 ലക്ഷം രൂപയുടെ സാധനം സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് 1,50,000 വിറ്റൊക്കെ പെർഫെക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കൊല്ലം ഇതുമായി ബന്ധപ്പെട്ടൊരു കൺസ്യൂമൻ്റ് അക്കൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇക്കൊല്ലമൊക്കെ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? നമുക്ക് ഇനി എന്ത് ചെയ്യാം? കൺസ്യൂമൻ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. നോ ഡൗട്ട്. പെട്ടെന്ന് ബാലൻസ് ചെയ്ത് തരും കൺസ്യൂമൻ്റ് അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ ഞാൻ ടോട്ടൽ ചെയ്തോളാം, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. 1,50,000. അതിൽ നിന്ന് ഓരോന്ന് ലെസ് ചെയ്തിട്ട് ബാലൻസിങ് ഫിഗർ P&L ട്രാൻസ്ഫർ ചെയ്യണം. ടു P&L അക്കൗണ്ട്, അതോ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ്റ്. $20,740 കറക്റ്റ്. അപ്പോൾ കൺസ്യൂമൻ്റ് അക്കൗണ്ടിൻ്റെ കാര്യം തീരുമാനം. ഇനി നമുക്ക് ബിയാനിയുടെ അക്കൗണ്ട് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം അല്ലേ? ഞാൻ ചോദിക്കുകയാണ് ഇങ്ങോട്ട്, എക്സ്ക്യൂസ് മീ, ഈ ഡേറ്റ് ബാലൻസ് ചെയ്യുന്ന ഡേറ്റ് എന്നാ? അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് അല്ലേ? എന്നാ? അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്താൽ 1,50,000. 1,50,000 ഇത് പോയാൽ എത്ര വരും നോക്ക്? 1,33,000. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ ഡേറ്റ് ഇവിടെ എഴുതണം. മൊത്തത്തിൽ ഡേറ്റ് എല്ലാത്തിൻ്റെ എഴുതേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ എഴുതാം. നിങ്ങൾ ഡേറ്റ് കോളം കൂടെ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കും.
കൺസൈൻമെൻറ്റ് അക്കൗണ്ടിന് എന്ത് ചെയ്യണ്ട, കൊടുക്കണ്ട. പക്ഷേ ഏത് അക്കൗണ്ടിന്? ബിയാനിയുടെ അക്കൗണ്ടിന് എന്ത് ചെയ്തു? ഡേറ്റ് കൊടുത്തു. ചോദിക്കാം മക്കളെ, ഈ ബാലൻസ് ക്യാരിഡ് ഓൺ ചെയ്യേണ്ട ഡേറ്റ് എന്നാണ്? 31/12/2022 അല്ലേ? എന്ത് പറഞ്ഞ് എഴുതണം? ബൈ ബാലൻസ് ക്യാരിഡ്. ക്ലിയർ അല്ലേ? ബിയാനി പേയ്മെൻറ്റ് അന്നല്ല തരുന്നത്. എന്നാ തരുന്നത്? പേയ്മെൻറ്റ് തരുന്നത് എന്നാണ്? 5-ാം തീയതി ചെക്ക് തരും, പിന്നെ 9-ാം തീയതി എന്താവും? ക്രെഡിറ്റ് ആവും. ഈ 5 ഏതാടാ? 2023 അടുത്ത ജാനുവരിയിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാൻ എന്തായാലും. എന്നിട്ട് അടുത്ത ഡേറ്റ് എന്നാ? 1/1/2023. ഈ ക്യാരി ഡൗൺ ചെയ്തതിന് എന്ത് എഴുതണം? ടു ബാലൻസ് ബ്രോ ഡൗൺ എഴുതണം. 1,33,000. ഓക്കെ ആണോ? ഇനി നമുക്ക് മറ്റേ സാധനം കൂടെ പറഞ്ഞ പരിപാടി. ഏതാ നോട്ട് നമ്പർ? ഏതാ പറയും? 3. എന്തുമായി ബന്ധപ്പെട്ടതാ? ക്വസ്റ്റ്യൻ്റെ ഭാഗം ഒന്ന് വായിച്ച്. അഞ്ചാം തീയതി ചെക്ക് കിട്ടുകയാണ്. അപ്പോൾ എഴുതാൻ നോക്ക്. ഓൺ 5th January 2023 വെൻ ഏതാണ്? ചെക്ക് റിസീവ്ഡ്. ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ നമ്മളൊരു എൻട്രി പഠിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ചെക്ക് റിസീവ് ചെയ്ത ഡേറ്റും ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്ന ഡേറ്റും വ്യത്യസ്തമാണെങ്കിൽ ചെക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ? ക്യാഷ് ആയിട്ട്. പറഞ്ഞില്ല? ആ ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ബാങ്കിൽ പറഞ്ഞില്ലേ? പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു? സബ് ഡിവിഷനൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞല്ലേ? അപ്പോൾ എൻട്രി എന്താ വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയും, ചെക്ക് കളക്ഷൻ. ചെക്ക് റിസീവ്ഡ് ഫോർ ഏതാണ്? കളക്ഷൻ. ടെക്സ്റ്റിൽ അവർ അങ്ങനെ ഒരു ടേം ഉപയോഗിച്ചിട്ടുണ്ട്. പറ്റും. ഓക്കെ അല്ലേ? എന്താണ്? ചെക്ക് ഫോർ കളക്ഷൻ. റിസീവ്ഡ് എന്ന് വേണമെങ്കിൽ എഴുതാം, ഷോർട്ടാക്കാം. കളക്ഷൻ ഡെപ്റ്റർ. കുഴപ്പമില്ലല്ലോ. 2 ഏതാണ്? ബാങ്ക്. എമൗണ്ട് എത്ര വരുന്നത്? 2 ബാങ്ക് അല്ലല്ലോ ഇയാൾ. എങ്ങനെ 2 ബാങ്ക് അവിടെ? ഡെപ്റ്റർ കയ്യിൽ നിന്നല്ലേ ചെക്ക് കിട്ടുന്നത്. സാധാരണ ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ എൻട്രി എന്താ എഴുതാറ്? ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഡെപ്റ്റർ അല്ലേ? യെസ്. ഇവിടെ ബാങ്കിന് വേറെ ഏതാണ്? ക്യാഷ്. അല്ലെങ്കിൽ പുതിയൊരു സാധനം പഠിച്ചതാ? ചെക്ക് ഫോർ കളക്ഷൻ. 2 ആരാണ്? നമ്മുടെ ഡെപ്റ്റർ ആരാ? ബിയാനി. ബിയാനിയല്ലേ പൈസ? 1,00,000 എത്രയാണ്? 33,000. ആ 1,33,000 എങ്ങനെ മനസ്സിലായി? അവർ കൃത്യമായി പറയുന്നുണ്ടാവും നമുക്ക് കിട്ടുന്ന ചെക്ക് ഏതിന് ഈക്വലാണ്, എത്ര എമൗണ്ട് തരാനുള്ളത് അതിനാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത ഡേറ്റ് 33 അല്ലേ? ഇനി എന്താ അടുത്ത്? ഇനി എന്നാണ് ഇവർ എന്ത് ചെയ്യുന്നത്? എമൗണ്ട് തരുന്നത് 9 അല്ലേ? ഓക്കെ. ഓൺ 9 January 2023 അവരെന്ത് ചെയ്യാണ്? ചെക്ക് തരുന്നു. ഓക്കെ. അപ്പോൾ എന്താ? ചെക്ക് തരുമ്പോൾ, ചെക്ക് തരില്ല, സോറി തെറ്റിപ്പോയി, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്കിൽ പൈസ എന്ത് ചെയ്തു? കൂടി. അപ്പോൾ ഈ സാധനത്തെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്ത് ബാങ്കിന് എന്ത് ചെയ്താൽ മതി? തെറ്റിപ്പോയി. ഇതിനെ ക്രെഡിറ്റ് ചെയ്ത് ബാങ്കിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എൻട്രി എന്താ വരാം? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ക്യാഷ് ഓർ ഏതാണ്? ചെക്ക് ഫോർ ഏതാണ്? കളക്ഷൻ. അപ്പോൾ ഇതൊരു താൽക്കാലിക അക്കൗണ്ട് ആയിരുന്നു അല്ലേ? ചെക്ക് ഫോർ കളക്ഷൻ അല്ലെങ്കിൽ ക്യാഷ് എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ട്രീറ്റ് ചെയ്യാം? ആദ്യം തന്നെ ബിയാനിയുടെ അക്കൗണ്ടിൽ പോയിട്ട് എന്ത് ചെയ്യാം? എഴുതാം അല്ലേ? ഇത് എന്ത് പറഞ്ഞ് എഴുതാം? ബൈ ക്യാഷ്. അല്ലെങ്കിൽ ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യാം. മറ്റേത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നിങ്ങൾക്ക് അറിയുന്നത് ഇതാണല്ലോ, ഇതിനെങ്ങനെ എഴുതാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ചെക്ക് ഫോർ കളക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ബിയാനിയുടെ അക്കൗണ്ടിൽ എന്തെഴുതാം? ബൈ ചെക്ക് ഫോർ കളക്ഷൻ. ഡേറ്റ് എഴുതണം 5/1/2023 അല്ലേ? ചെക്ക് കിട്ടി ഫോർ കളക്ഷൻ. എമൗണ്ട് എത്ര? 1,33,000. ബിയാനിയുടെ അക്കൗണ്ട് തീരുമാനമായി. ഓക്കെ അല്ലേ? പൈസ ഒന്നുമില്ല, പക്ഷെ എന്ത് തന്നുണ്ട്? ചെക്ക് തന്നുണ്ട്. ഇനി ഇത് മാറണമെങ്കിൽ ചെക്ക് പൈസ ഇല്ലാതെ ഡിസോണർ ആകുമ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുള്ളൂ? മാറുള്ളൂ. ഓക്കെ അല്ലേ? മുന്നോട്ട് പോട്ടെ. ഇനി അടുത്ത എൻട്രി എന്താ? ബാങ്കിലേക്ക് വരുന്ന ഒരേ ഒരു സാധനം ഏതാണ്? ഇതാണ്. ബാങ്കിൽ എന്തെഴുതണം? 2 ഏതാണ്? ചെക്ക് ഫോർ കളക്ഷൻ. ബാങ്കിൽ
ഡേറ്റ് എഴുതണം 5/1/2023. എന്തെഴുതണം? ടു ചെക്ക് ഫോർ ഏതാ കളക്ഷൻ. എത്ര എമൗണ്ട്? 1,33,000. ഒരു കാര്യം ശ്രദ്ധിക്കണം, ബാങ്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല. ഇത് ബാങ്കിൻ്റെ ഏത് മാത്രമാണ്? എക്സ്ട്രാക്ട്. അപ്പോൾ നമുക്കറിയുന്ന ഡാറ്റ. ബാങ്കിൽ ശരിക്കും ടു ബാലൻസ് ബ്രോഡോണൊക്കെ എഴുതണ്ടേ? വേണ്ടേ? യെസ്. അപ്പം അതൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് അറിയുന്നത് മാത്രം ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞെന്ന് വിചാരിക്കും ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇതിൽ തന്ന ഇൻഫർമേഷൻ ഇടാം. ടാലി ആക്കാൻ പറ്റുമോ? ഇല്ല. അയ്യോ, ഈ ഡേറ്റ് തെറ്റിപ്പോയി. ഓക്കെ, 9-നാണ് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ആവുന്നത്. ഓക്കെ, ഈ എൻട്രി വന്ന് ഏതാ? 9-നാണ്. ഓക്കേടാ. ബാങ്കിൽ ടു ചെക്ക് ഫോർ കളക്ഷൻ എഴുതി. ഇനി എന്താ അടുത്ത പരിപാടി? അപ്പോൾ ഇത് ഏതുമായി ബന്ധപ്പെട്ട്? ചെക്കുമായി ബന്ധപ്പെട്ട വർക്കിനോട്ട് എഴുതിരുന്നത്. ഇനി അടുത്തൊരു സാധനം കൂടെ ഉണ്ട്. എന്താ? നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ? എന്നാ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് എന്നാണ്? 31 ഡിസംബർ 2020. പിന്നെ ജാനുവരി 5-നാണ് ബാങ്ക് ചാർജ് 260 വരിക എന്ന് പറഞ്ഞു അല്ലേ പത്തൂല്ലേ? ജാനുവരി 5-ന്. അപ്പോൾ അടുത്ത ഏതാ? നോട്ട് നമ്പർ ഏതാ? 4. വെൻ ബാങ്ക് ചാർജ് പെയ്ഡ്. ഡേറ്റ് എന്നാ? 5/1/2023. സാധാരണ ബാങ്ക് ചാർജ് പേയ്മെൻറ്റ് നടത്തിയ എൻട്രി എന്താ? ബാങ്ക് ചാർജ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. പക്ഷെ ഇവിടെ ബാങ്ക് ചാർജിന് വേണ്ടി ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊവിഷനെ വേണം എന്ത് ചെയ്യാൻ? ഡെബിറ്റ് ചെയ്യാൻ. എൻട്രി എന്താ വരിക? പ്രൊവിഷൻ ഫോർ ബാങ്ക് ചാർജ് അക്കൗണ്ട് ഡെപ്റ്റർ 260 ടു ഏതാണ്? ബാങ്ക്. ഓക്കെ അല്ലേ? ബാങ്കിൽ നിന്ന് ബാങ്ക് ചാർജ് ഡിഡക്റ്റ് ചെയ്യില്ലേ? നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു വേണ്ടല്ലോ. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാങ്ക് ചാർജ് എന്നുള്ള ഒരു അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെന്തെഴുതാം? ടു എന്തെഴുതാം? ബാങ്ക് എന്ന് എഴുതാം. അപ്പോൾ ഡേറ്റ് വ്യത്യാസമുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്ത് 31/12/2022 ഇത് പേയ്മെൻ്റ് നടത്തുന്നത് 5/1/2023. എന്തായാലും ഈ അക്കൗണ്ടിൻ്റെ കാര്യം തീരുമാനമായി. 260 എത്രയാണ്? 260. വളരെ സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഡേറ്റ് ഇത് കാര്യം മനസ്സിലായില്ലേ? ഇത് അന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്താണ്. എത്ര? 260. ഇന്ന് പേയ്മെൻറ്റ് എടുത്തിട്ട്. അപ്പം ഇനിയിപ്പോൾ ബാങ്ക് ചാർജ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് എഴുതാൻ പറ്റുമോ? പിന്നെ എന്തിനാ ഈ എമൗണ്ട് മാറ്റി വെച്ചുള്ളത്? അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് 260 രൂപ മാറ്റി വെച്ചു. ഇപ്പം അതെന്ത് ചെയ്തു? കൊടുത്തു. ഓക്കെ. ഇനി ഇതിലേക്ക് എഴുതണം. ബൈ ഏതെഴുതണം? ഇത് 5 ഡേറ്റ് 5/1/2023 എന്തെഴുതണം? ബൈ പ്രൊവിഷൻ ഫോർ ബാങ്ക് ചാർജ് 260. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ടാലി ആക്കാനൊന്നും കഴിയില്ല. ഇത് ഇങ്ങനെ തന്നെ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ? ഒക്കെ ആയില്ലേ? 20,700. ഓക്കെ, സെറ്റ്. ബിയാനിയുടെ 1,33,000 കറക്റ്റാണ്. ഇതിനടുത്ത് ബാങ്ക് അക്കൗണ്ട് പ്രൊവിഷൻ ക്യാൻസൽ. ദാറ്റ്സ് ഓൾ. ഈ നോട്ടുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതിയെടുക്കുക.